ഇപ്പൊ എന്തെങ്കിലും തോന്നിയായിരുന്നോ? ഇല്ല, എനിക്കൊരു ഫീലും ഇല്ല. ഒന്ന് ആ ഇരിക്കെ ഇരിക്കെ, മുട്ടുകുത്തിയിരിക്കെ. ആ അയ്യോ, ഒരു മുട്ട് മാത്രം കുത്തിയിട്ട്. ദാ എന്റെ കൈ പിടിക്ക്. കൈ പിടിക്കാൻ പറഞ്ഞ പിന്നെ ആ ഇനി ഒന്ന് പ്രപ്പോസ് ചെയ്തേ. പ്രപ്പോസ് ചെയ്യാൻ ശിവാനി, ഐ ലവ് യു. ഐ ലവ് യു ശിവാനി, ഐ ലവ് യു. ഇപ്പൊ ഫീൽ ആയില്ലേ നിനക്ക്? ശിവാനി, അല്ല ശൈലു, നീ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നേ? റിഹേഴ്സൽ എടുക്കാൻ മോനെ. ഇപ്പോ ഈ റിയാലിറ്റി ഷോയുടെ പോസ്റ്ററിന് വേണ്ടിട്ടേ പോസ് കൊടുക്കണ്ടേ നമ്മള്? അതിനു വേണ്ടിട്ടുള്ള റിഹേഴ്സലാ. എനിക്കൊന്നും മനസ്സിലായില്ലേ? ഓ, എല്ലാം മനസ്സിലായിക്കോളും. ഇങ്ങ വാ, കൈ ഇങ്ങ് പിടിച്ചേ. ഇവിടെ പിടിക്ക് ഗുരു. ഇനി എന്റെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കേ. എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഫീല്? ഇല്ല. ശരി, എന്റെ നെറ്റിയുടെ മുത്തം തന്നെ. മുത്തം വെക്കാൻ പറഞ്ഞില്ലേ? മാറ്റം വന്നിരിക്കുന്നത് എന്റെ രൂപത്തിന് മാത്രം, ഞാനല്ല. അപ്പൊ ഏതെങ്കിലും ഒരുത്തരും വന്ന് എന്റെ മകളെ സ്നേഹത്തിന്റെ വലയെ വീഴ്ത്തി കഴിഞ്ഞാ അത് നോക്കിക്കൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റൂ? നോ വേ. അവനെ മരണത്തിന്റെ വലയിൽ പെടുത്തുന്നത് വരെ എനിക്കിനി സമാധാനം ഉണ്ടാവില്ല. അപ്പൊ എന്റെ മകളെ സ്നേഹിക്കുന്നത് മനുഷ്യനല്ല, ഗരുഡ ലോകത്തുള്ളവനാ. നിശാന്ത, നിശാന്ത, വരൂ നിശാന്ത. എന്റെ സന്ദേശം എത്രയും പെട്ടെന്ന് ഗരുഡ ലോകത്തിലെത്തിക്ക്. തീർച്ചയായും. പറയൂ സുമാത്ര. എന്റെ പ്രയത്നം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കി ഗരുഡ ലോകത്തിലേക്ക് തിരികെ എത്തുമെന്നുള്ള സന്ദേശം എത്രയും പെട്ടെന്ന് അറിയിക്കണം. ശരി, നിന്റെ ശുഭ സന്ദേശത്തിനായി ഗരുഡ ലോകം കാത്തിരിക്കുന്നു. എല്ലാം ശുഭമാകട്ടെ. അപ്പൊ എന്റെ മകളെ സ്നേഹിക്കുന്നത് മനുഷ്യനല്ല, ഗരുഡ ലോകത്തുള്ളവനാ. അത് ശരി. വീണേ, ഇക്കരച്ചിലൊന്ന് നിർത്ത്, സംസാരിക്കാനുണ്ട്. അമ്മേ, അച്ഛൻ എന്തായാലും ഇപ്പൊ ഇവിടെ വീട്ടിലില്ലാത്ത കാരണം കൊണ്ട് എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടത് അമ്മ തന്നെയാണ്. ഏത് കാര്യത്തെ പറ്റി നീ സംസാരിക്കുന്നത് തൃശൂൽ? നമ്മുടെ വീണയുടെ കാര്യം തന്നെ.
ഇവളുടെ കല്യാണത്തിന്റെ കാര്യം. അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു കഴിഞ്ഞതല്ലേ മോനെ? ആരും എന്തൊക്കെ സംസാരിച്ചു എന്ന് കരുതി അതൊന്നും തീരുമാനവുമല്ല, അതൊന്നും അനുസരിക്കാനും പോകുന്നില്ല. ഈ വിവാഹം എന്ന് പറഞ്ഞാലേ വെറുതെ രണ്ട് വീട്ടുകാരുടെ സമ്മതം മാത്രമല്ല, അത് നമ്മുടെ ജീവിതമാണ്. അതൊരു പ്രതിജ്ഞയാണ്. രണ്ട് വീട്ടുകാർ ചേരുന്ന പുണ്യപ്രവൃത്തിയാ. എല്ലാത്തിനേക്കാളും പ്രധാനം വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മനസ്സുകൾ തമ്മിലുണ്ടാവുന്ന ബന്ധം. ദൈവസന്നിധിയിലെ പുണ്യപ്രവൃത്തിയാ വിവാഹം. അതിനേക്കാളൊക്കെ ഉപരി വിവാഹം കഴിക്കാൻ പോകുന്നവര് അവരുടെ ജീവിതത്തെക്കുറിച്ച് ആദ്യം ഒരു തീരുമാനം എടുക്കണം. അല്ലാതെ ബാക്കിയുള്ളവരല്ല എടുക്കേണ്ടത്. മക്കളുടെ കാര്യത്തിൽ അവരെ ജനിപ്പിച്ചവർക്ക് അഭിപ്രായം പറയാലോ. വീട്ടിലുള്ള മുതിർന്നവരെ കണ്ട് അഭിപ്രായം ചോദിച്ച് ആശീർവാദം തേടിയാലേ അത് കല്യാണത്തിലെത്തുള്ളൂ. അതൊക്കെ വിട്ടുകളഞ്ഞ് അവരെ ഒരു കണ്ടുപിടിച്ച് സ്നേഹിച്ച് കല്യാണം കഴിപ്പിച്ചു തരാൻ പറയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീണ ഒളിച്ചോടി പോയിട്ടൊന്നുമില്ല. നമ്മൾ അപമാനിക്കുന്ന പോലെ ഒന്നും ചെയ്തിട്ടുമില്ല. അവൾ ആകെ ചോദിച്ചിട്ടുള്ളത് അവളുടെ ഇഷ്ടം അംഗീകരിച്ച് വീട്ടുകാരെല്ലാം സമ്മതിച്ച് വിവാഹം നടത്തി കൊടുക്കണമെന്നാണ്. അത് തെറ്റാണോ? അത് മാത്രമല്ല, വീട്ടുകാർക്ക് മോശം തോന്നാനും ഇവളെന്താ ഇങ്ങനെയെന്ന് ചോദിക്കാനും മാത്രം അത്രയ്ക്ക് ചീത്ത മനുഷ്യനല്ല അജിത്ത്. അവനൊരു ജെന്റിൽമാനാ. അവൻ എന്റെ അനിയത്തിയെ സ്നേഹിക്കുന്നുണ്ട്. അവൻ ഇവളെ പൊന്നുപോലെ നോക്കുന്നുള്ള ഉറപ്പും എനിക്കുണ്ട്. എനിക്കെന്തോ ഇവളുടെ തീരുമാനം ശരിയാന്ന് തോന്നുന്നു. അജിത്തിന്റെ കൂടെയുള്ള ഇവളുടെ ജീവിതം വളരെ നല്ലതായിരിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നത്. നിങ്ങളൊക്കെ ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം വേണ്ട. എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു തീരുമാനം എടുക്കാം. ഓക്കെ അല്ലേ? ഒന്ന് മാത്രം സത്യം, ഞാൻ വീണയുടെയും ഇവളുടെ മനസ്സിൽ ഇഷ്ടത്തിന്റെയും കൂടെ തന്നെ ഉണ്ടാവും. അതെ, കരച്ചിൽ നിർത്തടി. ഇവന്റെ പിന്നിൽ ഏതോ വലിയ ശക്തി ഉണ്ടെന്ന് തോന്നുന്നു. ഗരുഡലോകത്തെ ശക്തികൾ തന്നെയായിരിക്കും ഇവന്റെ പിറകെയുള്ളത്. ഇവൻ ആരാണ്? ഗരുഡലോകത്ത് നിന്നും മനുഷ്യരൂപം പൂണ്ട് ഇവൻ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുന്നത് എന്തിനാണ്? എന്താണ് ഇവന്റെ ഉദ്ദേശം? എന്താണ് ഇവന്റെ ലക്ഷ്യം? എന്തു തന്നെയായാലും ഒരു കാരണവശാലും അത് നടക്കാൻ ഈ ഞാൻ അനുവദിക്കുകയില്ല. സുമാത്ര, എടാ ഗരുഡാ, എന്റെ മകളെ തന്നെ പ്രേമിക്കണോ നിനക്ക്? അതിന് നീ ജീവനോട് ഇരുന്നിട്ട് വേണ്ടേ? എടാ, എന്റെ ലക്ഷ്യത്തിന് തടസ്സം നിൽക്കുന്നത് ആരായാലും അവനെ നരകത്തിലെത്തിക്കുന്ന എനിക്ക് നീ വെറും നിസാരന. ചാവടാ. നിന്റെ യഥാർത്ഥ രൂപം എനിക്കറിയാം. എന്നെ കൊന്നുകളയാവുന്നാണോ സ്വപ്നം കാണുന്നത്? ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ ചെറിയച്ഛനാണെന്ന് കരുതിയാ നിന്നെ ഇപ്പൊ കൊല്ലാതെ ഞാൻ വിടുന്നത്. അപ്പോ നീ വേറെ ഏതോ ലോകത്തുനിന്ന് വന്നതാ. ഇവിടെ വന്നിട്ട് എന്റെ മകളെ സ്നേഹിക്കാൻ തുടങ്ങി. സമ്മതിക്കില്ല ഞാൻ.
ഒരു കാരണവശാലും ഞാൻ ഇതിന് അനുവാദം നൽകില്ല. ഞാനിപ്പൊ തന്നെ നിന്നെപ്പറ്റി എല്ലാം അവളോട് തുറന്നു പറയാൻ പോവാ. സത്യം മൂടി വെക്കുന്നത് നീയാ, ഞാനല്ല. ഞാനൊരു സത്യവും മറച്ചു വെച്ച് കല്യാണം കഴിക്കുന്നില്ല. അവൾക്ക് എന്നെപ്പറ്റി എല്ലാം അറിയാം. അതുപോലെ നിങ്ങളുടെ വീട്ടിലെ എല്ലാ ദുരൂഹതകളും എനിക്ക് നന്നായിട്ട് അറിയാം. ദുരൂഹതകൾ അറിയാമെന്നോ? എന്താ എന്താ നീ പറയുന്നേ? നാഗമാണിക്യം, നാഗറാണി, ആദിശേഷൻ, മനസ്സിലായി. എനിക്കെല്ലാം ഇപ്പോഴാണ് മനസ്സിലായത്. നീ ആരാണ്, ഞാൻ ആരാണ്, നമ്മളൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, എല്ലാത്തിന്റെ അർത്ഥം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നിന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത്രയും ദിവസം എടുക്കേണ്ടി വന്നല്ലോ. ഛേ, പക്ഷെ എനിക്ക് നല്ല വിഷമമുണ്ട്. പാവം നീ. ഞാൻ നാടകം കളിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ശിവാനി എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ല. വീട്ടിൽ കയറി വന്ന് ശിവാനി എന്ന് വിളിച്ചപ്പോഴും എനിക്ക് മനസ്സിലായില്ല. അമ്പലത്തിൽ വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ ശിവാനി എന്ന് വിളിച്ചപ്പോഴും എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഇപ്പോഴുണ്ടല്ലോ എനിക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു. നീ സംസാരിക്കുന്നതൊക്കെ കേട്ടപ്പോഴേ എനിക്ക് എന്തൊക്കെയോ തോന്നിപ്പോയി. നീ പറഞ്ഞ ആ ക്യാരക്ടറിന് എന്റെ ജീവിതമായിട്ട് എന്തൊക്കെയോ ബന്ധമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തോ അങ്ങനെ ഒരു തോന്നല്, എന്തോ ഞാനെല്ലാം മറന്നുപോയതുപോലെയാ എനിക്ക് തോന്നിയത് തന്നെ. ഇപ്പോണ്ടല്ലോ എനിക്ക് ഓരോന്നായിട്ട് ഓർമ്മ വരുന്നുണ്ട്. നീ അന്ന് എന്തുകൊണ്ട് അങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ തെറ്റ് ചെയ്തല്ലോ. നിന്നെ ശരിക്കും മനസ്സിലാക്കാതെ ഞാനാ തെറ്റ് ചെയ്തത്. എന്ന് നിന്റെ ഭാഗത്തായിരുന്നു എല്ലാം ശരിയുണ്ടായിരുന്നത്. നീ എന്തീ പറയുന്നേ? പറയാം, എല്ലാം ഞാൻ നിന്നോട് പറയാം. ഇപ്പൊ നീ ഹാളിൽ സംസാരിച്ചോണ്ടിരുന്നപ്പോഴേ എനിക്ക് എല്ലാം അങ്ങ് ക്ലിയർ ആയി. എന്റെയും നിന്റേതും എത്ര പുണ്യമായ പ്രേമകാവ്യമാണ്. അതിൽ തന്നെ നിന്റെ ക്യാരക്ടറെ ഭയങ്കര സംഭവം തന്നെ. എന്ത് നന്നായിട്ടാ നീ പ്രസന്റ് ചെയ്തേക്കുന്നത്. എപ്പോഴും നീ ഉണ്ടല്ലോ പ്രേമത്തെ അങ്ങ് എൻകറേജ് ചെയ്യൂല്ലേ. സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട് ഗുരു. നിന്റെ ഈ സ്വഭാവം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പ്രണയത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരെ എനിക്ക് അങ്ങ് ഭയങ്കര ഇഷ്ടമാ. നല്ലൊരു കാര്യം നീ ചെയ്തത്. ഞാനും ശരിക്കും നിന്നെ പോലെ തന്നെയാ. എന്താന്ന് വെച്ചാലേ സ്നേഹത്തിന്റെ മറ്റൊരു പേരാണ് ശൈലു. ലവേഴ്സിനെ സഹായിക്കുന്നത് തന്നെയാ എന്റെ വേറൊരു ജോലി. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് രണ്ടുപേർക്കും ചേർന്നിട്ടേ അവരെ അങ്ങ് ഒരുമിപ്പിച്ചാലോ? എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടേ വീട്ടിലുള്ളവരെ നമുക്ക് സമ്മതിപ്പിക്കാം. അവരുടെ കല്യാണം നമുക്ക് അങ്ങ് നടത്തിക്കളയാം. അതായിരിക്കും നീ എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്താ എന്നോട് വരാൻ പറഞ്ഞത്? ഞങ്ങളെല്ലാവരും ചേർന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താണത്? നമ്മുടെ വീണ സ്നേഹിക്കുന്ന പയ്യൻ അജിത്തുമായിട്ട് അവളുടെ കല്യാണം നടത്താന്. അജിത്തിനെ പറ്റി തൃശ്ശൂല് നന്നായിട്ട് അന്വേഷിച്ചു. തൃശ്ശൂലെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ അജിത്തിനെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം. അതുകൊണ്ട് നമ്മുടെ വീണയെ അവനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാമെന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ചു. വേണ്ട. അത് പിന്നീട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഈ കല്യാണം നടക്കാൻ പാടില്ല. അതുകൊണ്ടല്ലേ നമ്മുടെ വീണമോൾക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ്. അയ്യോ, അവന് സ്വത്തും സമ്പാദ്യം ഒന്നും ഇല്ല. സ്വത്തില്ലെങ്കിൽ എന്താടാ, അത് നമുക്കുണ്ടല്ലോ. പിന്നെ എന്തിനാ അതിനെ പറ്റി ചിന്തിക്കുന്നേ? നമ്മുടെ സ്വത്തിന്റെ പകുതി അവന് കൊടുത്താൽ മതിയല്ലോ. പകുതി സ്വത്തോ? വീണമോളെ വളരെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുന്ന പയ്യന് സ്വത്തിന്റെ പകുതി കൊടുത്താൽ എന്താ കുഴപ്പം?
സ്വത്തിന്റെ പകുതി വേണമെങ്കിൽ കൊടുത്തോളൂ. പക്ഷേ നമ്മുടെ വീണയെ അവന് കൊടുക്കാൻ പറ്റില്ല. എന്താ എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? അത് പറ്റില്ലെന്ന് പറയാൻ മാത്രം നിങ്ങളാരാ? അല്ലെങ്കിൽ ഇത് സമ്മതിക്കരുതെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? വേറെ ആരുമല്ല, നിന്റെ അച്ഛൻ. എന്തൊക്കെ പറയുന്നേ? ഞാൻ പറയുന്നത് സത്യമാണ്. നന്ദീശ, എന്റെ റൂമിലെ ടേബിളിൽ ഒരു ലെറ്റർ ഉണ്ട്, അതൊന്ന് എടുത്തോണ്ട് വാ. ലെറ്ററോ? എന്ത് ലെറ്റർ? എന്റെ ഏട്ടൻ ദിഗ്വിജയൻ എനിക്ക് അയച്ച ലെറ്റർ. ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു കരുതി ആദ്യമേ തന്നെ ആ ലെറ്റർ പ്ലാൻ ചെയ്തത് നന്നായി. അതാരും വിശ്വസിക്കാതിരിക്കില്ല. തൃശ്ശൂരിന് കൊടുക്ക, അവൻ തന്നെ വായിക്കട്ടെ. ഏയ്, എന്താണ് നീ ഇങ്ങനെ നോക്കുന്നേ? എന്താ നിനക്ക് പറ്റിയേ? അച്ഛൻ എഴുതിയത്, അച്ഛന്റെ ഹാൻഡ് റൈറ്റിംഗ് അത്. ഓം ജ്വാലമാലിന്യേ നമഃ, രുദ്രമാലിന്യേ നമഃ, രക്താഭിഷേക പ്രിയേ നമഃ, ഓം രക്തേശ്വരിയേ നമഃ, ഓം മഹാഭയങ്കര രൂപിണ്യേ നമഃ. നിന്റെ ആശീർവാദത്തിന്റെ ഫലത്താൽ സകല ബുദ്ധിസിദ്ധികളും പഠിച്ചു. വാമാചാരം സാധന ചെയ്തു കഴിഞ്ഞാൽ നാഗമാണിക്യം എന്റെ കൈക്കലാകുന്നതാണ്. അത് കഴിഞ്ഞാൽ മഹാമൃത്യുഞ്ജയനാകുന്നതാണ് ഞാൻ. ബ്രഹ്മസൃഷ്ടിയുടെ സകല ലോകങ്ങളിലും നാഗമാണിക്യത്തിനായി രക്തപ്പുഴ തന്നെ ഒഴുകിയിരിക്കുന്നു. അങ്ങനെയുള്ള തേജോമണി, മോഹമണി, അതെന്റെ പക്കലെത്താൻ നിന്റെ ആശീർവാദം കൂടിയേ തീരൂ. മഹാമേരു പൂജ ദിവസം നാഗശക്തികൾ സ്തംഭന ശാപത്തിനടിമയായി കഴിയുന്ന സമയത്ത് അതിന്റെ ശക്തികൾ ക്ഷയിച്ചു തുടങ്ങുമ്പോൾ നാഗമാണിക്യം എന്റേതാക്കി മാറ്റണം എനിക്ക്. ഇനി മുന്നിലുള്ള 24 മണിക്കൂറുകൾ എനിക്കുള്ള സുവർണ അവസരമാണ്. നാഗമാണിക്യം കൈക്കലാക്കി ചിരഞ്ജീവിയായി മാറി നിന്നെ സേവിക്കാൻ അവസരം തരൂ തായേ, അവസരം തരൂ. ഓം ജ്വാലമാലിന്യേ നമഃ, ഓം രുദ്രമാലിന്യേ നമഃ. എന്താ നീ നോക്കുന്നത് തൃശൂർ? ഹാൻഡ് റൈറ്റിംഗ് അല്ല, അതിലുള്ള വിഷയമാണ് നീ മനസ്സിലാക്കേണ്ടത്. വായിക്ക്. പ്രിയപ്പെട്ട അനിയൻ ധനഞ്ജയന് നിന്റെ ഏട്ടൻ ദിഗ്വിജയന്റെ ആശംസകൾ. ലോയർ ഫോൺ ചെയ്തപ്പോ നീ വന്നിരിക്കുന്ന കാര്യം മനസ്സിലായി. വളരെ സന്തോഷമായി. നീയുള്ളിടത്ത് എല്ലാവരും സുഖമായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞാൻ ഹരിദ്വാറിൽ ഒരു ഗുരുവിന്റെ കൂടെയാണുള്ളത്. ഇവിടെ നിന്നും എനിക്ക് നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് കത്ത് ഞാൻ എഴുതുന്നത്. ഇവിടെയുള്ള ഗുരുവിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്നാൽ നമ്മുടെ വീട്ടില് എന്തോ വലിയൊരു ദുരന്തം വരാനിരിക്കുന്നു എന്നതാണ്. ഏത് ശുഭകാര്യം നടന്നാലും അത് പിന്നീട് ഒരു ദുരന്തമായി തീരും എന്നത് തീർച്ചയായ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയാണ് എന്റെ കൂടെയുള്ള ഗുരുജി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചു ദിവസത്തേക്ക് ഒരു കാരണവശാലും നമ്മുടെ വീട്ടിൽ ഒരു തരത്തിലുള്ള ശുഭകാര്യങ്ങളോ അത് മാത്രമല്ല അതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും ചർച്ചകളോ ഒന്നും തന്നെ നടക്കാൻ പാടില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നിർബന്ധമായും അനുസരിക്കണമെന്ന് വീട്ടിലുള്ള എല്ലാവരോടും പറയണം. ഇനിയുള്ള 15 ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതാണ്. മുന്നോട്ട് വായിക്ക് തൃശൂർ. വന്നതിന് ശേഷം
ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കാം. എല്ലാവരുടെയും സംരക്ഷണം ഇപ്പോൾ നിന്റെ കൈകളിലാണ് ധനഞ്ജയ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒട്ടും തെറ്റിക്കാതെ തന്നെ അനുസരിക്കണം. ഞാനൊരു വലിയ ജോലി പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. വീട്ടിലുള്ള എല്ലാവരോടും എന്റെ അന്വേഷണം പറയണം. നിന്റെ പ്രിയപ്പെട്ട ദിഗ്വിജയൻ. ഇല്ല, ഇത് മനഃപൂർവ്വം ആരോ കരുതിക്കൂട്ടി ചെയ്ത പ്ലാനാ.